ബംഗ്ലാദേശിന്റെ ജനാധിപത്യ ചരിത്രത്തിലെ അതീവ നിർണായകമായ വോട്ടെടുപ്പിനായിരുന്നു കഴിഞ്ഞ ദിവസം രാജ്യം സാക്ഷ്യം വഹിച്ചത്. 1.5 പതിറ്റാണ്ടിന് ശേഷം വീണ്ടും ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധികാരത്തിലേക്ക്. 2024 വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീന പുറത്താക്കപ്പെട്ടതിന് ശേഷമുള്ള ആദ്യ പൊതുതിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്. 18 മാസം നീണ്ടുനിന്ന മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന് ശേഷം ബംഗ്ലാദേശ് വീണ്ടും ജനാധിപത്യ ഭരണത്തിലേക്ക് മടങ്ങുന്നു എന്ന പ്രത്യേകതയും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനുണ്ട്. ബംഗ്ലാദേശ് പാർലമെന്റിലെ 297 സീറ്റുകളിൽ 209 സീറ്റുകൾ നേടിയാണ് BNP അധികാരം നേടിയത്. ഫെബ്രുവരി 12-നായിരുന്നു രാജ്യത്ത് പൊതുതിരഞ്ഞെടുപ്പ് നടന്നത്. BNPയുടെ മുഖ്യ എതിരാളിയായ ജമാഅത്തെ ഇസ്ലാമി സഖ്യം 70ഓളം സീറ്റുകളും നേടിയിട്ടുണ്ട്. 60.69% പോളിംഗ് രേഖപ്പെടുത്തിയതായാണ് റിപ്പോർട്ട്. വിദ്യാർത്ഥി പ്രക്ഷോഭ നേതാക്കൾ രൂപീകരിച്ച നാഷണൽ സിറ്റിസൺസ് പാർട്ടി ജമാഅത്തെ സഖ്യത്തിനൊപ്പമാണ്. ബംഗ്ലാദേശ് മുൻ പ്രസിഡന്റ് സിയാവുർ റഹ്മാന്റെയും മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയുടെയും മകൻ 60കാരനായ താരിഖ് റഹ്മാനാണ് ബംഗ്ലാദേശിന്റെ പുതിയ അമരക്കാരൻ. ഹസീന ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ വേട്ടയാടലുകളെ തുടർന്ന് സ്വയം തിരഞ്ഞെടുത്ത 17 വർഷത്തെ പ്രവാസ ജീവിതം മതിയാക്കി 2025 അവസാനത്തോടെയാണ് താരിഖ് ബംഗ്ലാദേശിൽ തിരികെ എത്തിയത്. 36 വർഷം നീണ്ടുനിന്ന ബീഗം യുഗത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് ചൊവ്വാഴ്ച താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. കൂടുതൽ സുരക്ഷിതവും സ്വതന്ത്രവുമായ ബംഗ്ലാദേശാണ് BNP വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. പാവപ്പെട്ടവർക്ക് സഹായധനം നൽകും, പ്രധാനമന്ത്രി പദത്തിൽ ഒരു വ്യക്തിക്ക് 10 വർഷമേ പരമാവധി അനുവദിക്കൂ എന്നിവയാണ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ. മത്സരിച്ച 2 മണ്ഡലങ്ങളിലും താരിഖ് റഹ്മാന് വൻ ഭൂരിപക്ഷമായിരുന്നു. അതേസമയം തിരഞ്ഞെടുപ്പ് പ്രക്രിയ വെറും പ്രഹസനമാണെന്ന് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് അധികാരം നഷ്ടപ്പെട്ട് ഇന്ത്യയിൽ അഭയം തേടിയ അവാമി ലീഗ് നേതാവ് ഷെയ്ഖ് ഹസീന പ്രതികരിച്ചു. അവാമി ലീഗിനെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും വിലക്കിയിരുന്നു. 1971 രൂപീകരിച്ച ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ 4 തവണ BNP അധികാരത്തിലെത്തിയിട്ടുണ്ട്. 1979 ആദ്യം. 1991 ഗാലിയ സിയ ആദ്യമായി അധികാരത്തിലെത്തി. ബംഗ്ലാദേശിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയുമായി. ഹസീനയുടെ ഭരണകാലത്തു നടന്ന തിരഞ്ഞെടുപ്പുകളിൽ പലതും പ്രതിപക്ഷ പാർട്ടികളെ വിലക്കിക്കൊണ്ടുള്ളതായിരുന്നു. അതിലെല്ലാം വ്യാപക വോട്ട് കൃത്രിമത്വം നടന്നെന്ന ആരോപണവും ഉയർന്നിരുന്നു. BNP ബഹിഷ്കരിച്ച 2024 തിരഞ്ഞെടുപ്പിൽ 272 സീറ്റുണ്ടായിരുന്നു അവാമി ലീഗിന്. ഹസീനയുടെ അവാമി ലീഗിനെ അപേക്ഷിച്ച് പലപ്പോഴും ഇന്ത്യാവിരുദ്ധ സമീപനമാണ് BNP സ്വീകരിച്ചിരുന്നത്, പ്രത്യേകിച്ച് ഖാലിദയുടെ കാലത്ത്. 2001 മുതൽ 2006 വരെയുള്ള കാലഘട്ടത്തിലെ BNP ഭരണകാലത്തുണ്ടായ അതിർത്തി കടന്നുള്ള തീവ്രവാദവും 2004 ചിറ്റഗോങ് ആയുധക്കടത്തും ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു. ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ ഒരു റീസെറ്റ് വേണമെന്നും ഭീകരവിരുദ്ധ പോരാട്ടം, തീസ്ത നദീജല കരാർ, ഹിന്ദു ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം എന്നിവയിൽ സഹകരിക്കുമെന്നും താരിഖ് റഹ്മാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ബംഗ്ലാദേശിന്റെ താൽപ്പര്യങ്ങൾക്ക് അധിഷ്ഠിതമായിരിക്കും ഇന്ത്യയുമായുള്ള വിദേശ നയം. ബംഗ്ലാദേശ് ഫസ്റ്റ് എന്നതാണ് നയമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പിൽ BNP നേടിയ നിർണായക വിജയത്തിന് ശേഷമുള്ള ആദ്യ അഭിമുഖത്തിലായിരുന്നു താരിഖിന്റെ പ്രതികരണം.